നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയോട് കൂടിയായിരുന്നു ഇന്നത്തെ വാർത്താ പ്രഭാതം ആരംഭിച്ചത്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ടിപ്പർ പാഞ്ഞുകയറിയുണ്ടായ അപകടം 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നാടിനെ നടുക്കിയ ടിപ്പർ ദുരന്തം ഉണ്ടായത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള വിശദമായ പരിശോധനകൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും തുടരുകയാണ്. ടിപ്പർ അപകടത്തിൽ മനഃപൂർവ്വമില്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തു. ലോറി ഡ്രൈവർക്കെതിരെയാണ് നടപടി. അശ്രദ്ധമായി വാഹനം ഓടിച്ച് മനുഷ്യജീവന് ആപത്തുണ്ടാക്കിയ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 3 പേരുടെയും മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഹരിലാൽ, അജയ്കുമാർ, പാർത്ഥിബ് എന്നിവരാണ് മരിച്ചത്. തിരക്ക് കുറവുള്ള പോക്കറ്റ് റോഡിൽ അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞ ടിപ്പർ 3 പേരുടെ ജീവനെടുത്തത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന അമ്പലപ്പുറം എന്ന സ്ഥലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരുന്ന റോഡിൽ രാവിലെ 7 മണിയോടെയാണ് ഈ ടിപ്പർ ലോറി, മണ്ണ് നിറച്ച ടിപ്പർ ലോറി അമിത വേഗതയിൽ നീലേശ്വരം മുക്കോണിമുക്ക് എന്ന സ്ഥലത്തുകൂടി പാഞ്ഞു വരുന്നത്. ഏതാണ്ട് ഈ സ്ഥലത്തെത്തിയപ്പോൾ ആ ദിശയിൽ നിന്ന് വന്ന ഹരിലാൽ എന്ന അധ്യാപകൻ്റെ ബുള്ളറ്റ് ഈ ടിപ്പറിന് മുൻപിൽപ്പെടുന്നു. പെട്ടെന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ ടിപ്പറിൽ ഇടിച്ച ശേഷം വാഹനം അവിടെ നിന്ന് ഇടിച്ച് ആ മതിൽക്കെട്ട് തകർത്തുകൊണ്ട് ആ മതിൽക്കെട്ടിന് സമീപത്ത് നിന്ന ആളുകൾക്കിടയിലേക്ക് വിദ്യാർത്ഥികളും മറ്റ് ജോലിക്കായി പോയിരുന്ന ജീവനക്കാരും ഉൾപ്പെടെ നിന്നിരുന്ന ആ ആൾക്കൂട്ടത്തിന് ഇടിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ ബുള്ളറ്റ് പൂർണ്ണമായി, അതിൻ്റെ ഒരു വശം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ യാത്ര ചെയ്തിരുന്ന ഹരിലാൽ, അദ്ദേഹം ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. അദ്ദേഹവും ആ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ആദ്യം ഈ ബുള്ളറ്റിൽ ഇടിച്ച് വാഹനം തെറിച്ച് അവിടേക്ക് പതിക്കുകയായിരുന്നു, അതോ അതിനു മുമ്പ് വാഹനം നിയന്ത്രണം വിട്ട് ഈ മതിലിലേക്കാണോ ഇടിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ കൂടി നിൽക്കുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബ്, അതോടൊപ്പം തന്നെ KSRTCയിലെ മറ്റൊരു ജീവനക്കാരനായ അജയൻ, അതോടൊപ്പം ഈ ബുള്ളറ്റ് ഓടിച്ചിരുന്ന ട്യൂട്ടോറിയൽ അധ്യാപകനായ ഹരിലാൽ, ഇങ്ങനെ 3 പേർക്കാണ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർ, അതോടൊപ്പം ടിപ്പറിലുണ്ടായിരുന്ന ക്ലീനർ, മറ്റ് 5 പേർ, ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഈ വാഹനത്തിലെ മണ്ണ് മുഴുവൻ അത് ഈ കൂടി നിന്ന ആളുകൾക്ക് മുകളിലേക്ക് പതിച്ചു. അവിടെ നിന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മണ്ണിനടിയിൽ പൊതിഞ്ഞു പോയ ഈ 3 പേരെ അടക്കം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ പാർത്ഥിബിൻ്റെ ശരീരഭാഗങ്ങൾ വേർപെട്ടു പോയ നിലയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പോലീസിന് പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ അപകടത്തിലേക്ക് നയിച്ചത് ഈ അമിത വേഗതയിലെത്തിയ ടിപ്പർ ഈ ബുള്ളറ്റിൽ ഇടിക്കാതിരിക്കാനായി നടത്തിയ ശ്രമം നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിലേക്ക് ഇടിക്കുകയായിരുന്നു, അതോ അതിനപ്പുറത്തേക്ക് ബുള്ളറ്റിൽ ഇടിച്ച ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ കാര്യത്തിലൊരു കൃത്യമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായ അപകടത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ ഇന്ന് രാവിലെയും വീട്ടിൽ നിന്നിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബിനും മറ്റ് 2 പേർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ തിരക്കൊന്നുമുള്ള റോഡല്ല, ഒരു പോക്കറ്റ് റോഡാണ്. ആ പോക്കറ്റ് റോഡിലാണ് ഈ അമിത വേഗതയിലെത്തിയ ടിപ്പർ 3 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ തച്ചുടച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നീലേശ്വരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഈ അപകടം നടക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ 10ഓളം പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 5 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മണ്ണ് കയറി വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. അപകടമുണ്ടാക്കിയ ടിപ്പർ ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. ലോറിയുടെ ടയറുകൾ തേഞ്ഞ നിലയിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വാഹനം എത്തിയത്. 17 വർഷം പഴക്കമുള്ളതാണ് വാഹനമെന്നും GPS ഓഫാക്കിയ നിലയിൽ ആണെന്നും സ്പീഡ് ഗവർണർ ഇല്ലെന്നും MVD ഉദ്യോഗസ്ഥർ പറഞ്ഞു.
നടപടികൾ വണ്ടിയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി RTO ബോർഡിന് സമർപ്പിക്കും. വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലൈസൻസ് നടപടി ഉണ്ടാവും. അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കാൻ എന്നുള്ളതാണ് ഗൗരവ സ്വഭാവമുള്ള കുറ്റം. ഹെവി ലൈസൻസ് ഇല്ലാതെ ഒരാൾ വണ്ടി ഓടി. അദ്ദേഹത്തിന് ആദ്യത്തെ ട്രിപ്പാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. അതിന്റെ ഒരു എക്സ്പെർട്ടൈസേഷൻ കുറഞ്ഞതും ഈ അപകടത്തിന് കാരണമായെന്ന് ഞങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. അപകടത്തിൽ പരിക്കേറ്റ കൗശിക്കിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡാൻ കുര്യനോ, അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് എസ് വിനീഷും ചേരുന്നുണ്ട്. ആദ്യം വിനീഷിലേക്ക് പോവുകയാണ്. അവിടെ സ്ഥലം MLA KN ബാലഗോപാലും സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീഷ്, ഏറെ സങ്കടകരമായൊരു വാർത്തയായിരുന്നു രാവിലെ കേട്ടത്. അതായത് വലിയൊരു ദുരന്തമുണ്ടാകുന്നു, അതും 10 പേരോളം നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ഈ ആളുകൾക്കിടയിലേക്ക് കയറുകയാണ് ഉണ്ടായത്. 3 പേരുടെ മരണം സംഭവിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും പറയുന്നത്? പ്രത്യേകിച്ചും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഈ ടിപ്പർ ഇതുവഴി ഓടിയിരുന്നത്. അതായത് 17 വർഷത്തോളം പഴക്കമുള്ള ടിപ്പറാണ്. ടയറുകളുടെ തേയ്മാനമുണ്ട്. ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല. അങ്ങനെ നിയമങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ചുള്ള നീക്കങ്ങളാണോ, അല്ലെങ്കിൽ ആ രീതിയിലാണ് വാഹനം ഓടിച്ചിരുന്നത്? എന്താണ് ഈ ദൃക്സാക്ഷികളും അവിടെ എത്തിയ ആളുകളൊക്കെ പറയുന്നത്? തീർച്ചയായും ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങളാണ് ഇപ്പോൾ ഈ വാഹനത്തിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. വാഹനം മുൻപും സമാനമായ രീതിയിൽ മറിയുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നടന്ന അപകടവും സമാനമായ രീതിയിൽ തന്നെയാണ് നാടിനെ ദുഃഖത്തിലാക്കിയ ഈ വലിയൊരു അപകടം. ഇതിൽ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത വകുപ്പ് പ്രകാരം 281 വകുപ്പ് 125 A, വകുപ്പ് 125 A, വകുപ്പ് 105 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് ഹെവി ലൈസൻസ് ഇല്ലായിരുന്നു എന്നാണ് വാഹന വകുപ്പ് കണ്ടെത്തിയത്. മറ്റ് ചെറിയ വാഹനങ്ങൾ ഓടിക്കാൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നത്. ഇത്തരത്തോളം നിയമലംഘനങ്ങൾ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അമിത വേഗതയിൽ വാഹനം, അതായത് എത്രയും പെട്ടെന്ന് എത്തുക, ഈ സമയം പാലിക്കാൻ വേണ്ടിയുള്ള ഡ്രൈവിങ്, അതാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. അമിത വേഗതയിൽ എത്തുകയും വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. അങ്ങനെ വാഹനം മറിഞ്ഞു. സമീപത്തെ ഒരു മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിന് ഇടയാക്കിയത്. സമീപത്ത് നിന്നും ഈ മണ്ണ് കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ എത്രത്തോളം പാലിച്ചാണ് ഈ വാഹനം ഓടിച്ചിരുന്നതെന്നടക്കമുള്ള പരിശോധനകളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയിട്ടാണോ ഇത്തരത്തിലുള്ള മണ്ണ് കടത്തിലടക്കം നടത്തിയതെന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ്. ദുഃഖം തളം കെട്ടി കിടക്കുന്ന സാഹചര്യമാണ്. കാരണം 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഒരു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. അതുപോലെ തന്നെ മുതിർന്ന 2 പേരുണ്ട്. അതിൽ ഒരാൾ അധ്യാപകനാണ്, ട്യൂട്ടറി കോളേജിൽ അധ്യാപകനാണ്. മറ്റൊരാൾ KSRTCയിലെ ജീവനക്കാരൻ കൂടിയാണ്. അങ്ങനെ 3 പേരാണ് ഇന്നത്തെ ഒരു ദുരന്തത്തിന് ഇരയായത്. പക്ഷേ 10-ലധികം ആൾക്കാരായിരുന്നു ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ബസ് കാത്ത് നിന്നതാണ് അവരിവിടെ. അപ്പോഴാണ് ഈ വാഹനം അമിത വേഗതയിലെത്തുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. കുറച്ച് ആൾക്കാർ ഈ വാഹനത്തിൻ്റെ അതായത് അപകടകരമായ രീതിയിൽ വാഹനം ഓടി വന്നപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ, മറ്റ് വിദ്യാർത്ഥികളടക്കം ഇവിടെ നിന്നും ഓടി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിന്നിച്ചെതറിയവർ പല ഭാഗത്തേക്ക് ഓടി മാറിയത് കൊണ്ടാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി അല്പം കുറഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം 3 പേരുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിനടിയിൽ നിന്നാണ് 3 പേരുടെയും മൃതശരീരം എടുത്തത്. ഇതിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബിൻ്റെ മൃതശരീരം ചിന്നിച്ചെതറിയ നിലയിലായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് നടക്കുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിൽ നിന്നും ഇവരാരും തന്നെ മുക്തരായിട്ടില്ല. നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ഉടൻ തന്നെ കൊട്ടാരക്കര പോലീസിലും ഫയർഫോഴ്സിലും എല്ലാം
വിവരം നൽകുകയും ചെയ്തു. അങ്ങനെ കൊട്ടാരക്കര ഇന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. മണ്ണിനടിയിൽ നിന്നും മൃതശരീരം, വിദ്യാർത്ഥിനിയുടെ മൃതശരീരമടക്കം ചിഹ്നിച്ചിത്ര നിലയിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു അശ്രദ്ധയിൽ സംഭവിച്ചതാണ്. അമിത വേഗതയിൽ വരികയും വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയും ചെയ്തു. അതായത് ഈ മണ്ണ് നിറച്ച് കൊണ്ടുവന്ന ഫുൾ ലോഡായിരുന്നു, മണ്ണ് നിറച്ച് കൊണ്ടുവന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തെക്കുറിച്ച് വാഹന വകുപ്പ് എത്തുകയും വിശദമായി പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. 17 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ്, ഫിറ്റ്നസ് റദ്ദ് ചെയ്ത വാഹനമാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ണിന് മുന്നിലൂടെയാണ് നടന്നത്, പോലീസിൻ്റെ കണ്ണിന് മുന്നിലൂടെ തന്നെ നടന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം വാഹന വകുപ്പ് അടക്കം മറുപടി നൽകിയേ മതിയാകുകയുള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് അധികാരികളും വാഹന വകുപ്പുമെല്ലാം പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു അന്വേഷണത്തിലൂടെ, ഇത് പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലൂടെ നിയമ നടപടികൾ കർശനമാക്കുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് RTO അല്പസമയം മുന്നേ ഇവിടെ എത്തുകയും മാധ്യമങ്ങളോട് പറയുകയൊക്കെ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ടോം, പോലീസുകാർ അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും നാട്ടുകാരെ അടക്കം ആശ്വസിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ കുട്ടി, ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ, അത് നമുക്ക് എന്ത് വില നൽകിയാൽ മതിയാകും എന്നുള്ളതാണ്. കാരണം രാവിലെ സ്കൂളിലേക്ക് പോകാനായി അവൻ പുത്തനുടുപ്പൊക്കെ ഇട്ട്, യൂണിഫോം ഇട്ട്, ഷൂ ഒക്കെ ധരിച്ചിവിടെ നിന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചത്. ബസ് കാത്തു നിന്നത്, സാധാരണ എത്തുന്നതിലും 10 മിനിറ്റ് വൈകിയാണ് വാഹനം ഇവിടെ എത്തിയതെന്ന് പറയുന്നു. ഒരു പ്രൈവറ്റ് വാഹനത്തിലാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ ആ വാഹനം ഡ്രൈവറുടെ മാത്രം അനാസ്ഥയായി കാണാൻ കഴിയില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഉൾപ്പെടെ അനാസ്ഥയായി ഇതിനെ കാണേണ്ടി വരും. ഡാൻ കുര്യനിലേക്ക് കൂടി പോകുന്നു. ഡാൻ, ഈ 3 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ ഈ ഡ്രൈവർക്ക് ടിപ്പർ ലോറി ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല, ഹെവി ലൈസൻസ് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഏകദേശം ഒരു 17 വർഷം പഴക്കമുള്ള വാഹനമാണ്. പലതവണ നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ടിട്ടുണ്ട്. വാഹനത്തിൻ്റെ GPS സംവിധാനം ഓഫാക്കിയ നിലയിലാണ്. അങ്ങനെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സഞ്ചരിച്ചിരുന്നൊരു ടിപ്പറാണ് വലിയ ദുരന്തത്തിന് വഴിയൊരുക്കിയത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെയൊക്കെ ഒരു വീഴ്ചയും ഒരു കാരണമായിട്ടില്ല. ഇങ്ങനെ നിയമലംഘനങ്ങൾ തുടർച്ചയായി പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത്തരമൊരു വാഹനത്തിന് വീണ്ടും ഇതുവഴി നമ്മുടെ റോഡിലൂടെ സഞ്ചരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ചയായി കാണേണ്ടതും. മാത്രമല്ല, നേരത്തെ മുതൽ സാധാരണ ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും ഇതുപോലുള്ള പല ദുരന്തങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്, റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളുടെ അടക്കം ജീവൻ നഷ്ടപ്പെടാറുണ്ട്. അതിനുശേഷം കുറച്ച് നാളത്തേക്ക് നിയമം കർശനമാക്കും, മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കും, പോലീസിൻ്റെ ഇടപെടലുണ്ടാകും, വീണ്ടും പഴയപടി തന്നെയാകും. ഇവിടെയും ഈ പ്രത്യേകിച്ച് സ്കൂൾ ടൈമിൽ ഈ ടിപ്പറുകൾ അല്ലെങ്കിൽ ചരക്ക് വാഹനങ്ങൾ റോഡിലൂടെ ഓടിക്കാൻ പാടില്ല എന്ന കർശനമായ നിയമമൊക്കെ ഉള്ള നാട് കൂടിയാണ്. അവിടെയാണ് ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത്. കഴിഞ്ഞ ജൂൺ 1 സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിനോട് അനുബന്ധിച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ, പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ലഹരി വിപത്തിനെതിരെ വലിയ തരത്തിലുള്ള പരിശോധനകൾ തുടങ്ങിയിരുന്നു. സമാന്തരമായ തരത്തിൽ അമിത വേഗത്തിൽ വാഹനങ്ങൾ പോകുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളും എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ അടക്കം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ പരിസരത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അത്തരം പരിശോധനകൾ നടത്തുന്നത്. അങ്ങനെയാണ് ടിപ്പർ ലോറികൾക്ക് സമയക്രമം നിശ്ചയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതിനിടയിലാണ് ഇതുവരെ ഇങ്ങനൊരു അപകടം കേട്ടുകേൾവി പോലുമില്ലാത്ത കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള നീലേശ്വരം എന്ന സ്ഥലത്തെ മുക്കോടുമുക്ക് എന്ന സ്ഥലത്ത് വെച്ച് വളരെ അപ്രതീക്ഷിതമായി ഈ കൊലവിളിച്ചെത്തിയ ടിപ്പർ ലോറി ദാരുണമായ ഒരു ദുരന്തത്തിന് വഴിവെക്കുകയും 3 കുടുംബങ്ങളിൽ തീരാ ദുഃഖം സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെ 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ വിനീഷ് സൂചിപ്പിച്ച പോലെ ഒരു സ്ഫോടനത്തിൽ ശരീരത്തിന് ഏത് തരത്തിലാണോ ക്ഷതമേൽക്കുന്നത്, സമാനമായ തരത്തിലാണ് ഇതിൽ 2 പേരുടെ ശരീരഭാഗങ്ങൾ. അതിൽ ഞങ്ങൾ അല്പസമയം മുമ്പ് നമുക്ക് ഓഫ് ക്യാമറയിൽ ഞങ്ങൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതായത് അത് വിശേഷിപ്പിക്കാൻ കഴിയില്ല, അത്തരത്തിൽ ശരീരഭാഗങ്ങൾ അടർന്നു മാറി ചിന്നിച്ചെറിയ നിലയിലാണ് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്നത് ഓരോ ഭാഗങ്ങളായി എടുത്തു മാറ്റിയാണ് പിന്നീട്
ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അടക്കം ഫോറൻസിക് സർജന്മാരെ സ്ഥലത്ത് എത്തിച്ച് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 3 പേരിൽ ഒരാളുടെ സംസ്കാരം മാത്രമാകും. അതായത് KSRTC ജീവനക്കാരനായ അജയന്റെ സംസ്കാരം മാത്രമാകും ഇന്ന് നടക്കുക. ഈ മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെയും ട്യൂട്ടോറിയൽ അധ്യാപകനായ ഹരികുമാറിന്റെയും സംസ്കാരം നാളെയായിരിക്കും നടക്കുക. അതുകൊണ്ട് ഒരു മൃതദേഹം മാത്രമായിരിക്കും ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതുമായി ബന്ധപ്പെട്ട് KSRTC ജീവനക്കാർ അടക്കം അദ്ദേഹത്തോടൊപ്പം ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അവസാനമായി യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസും മോട്ടോർ വാഹന വകുപ്പും വിശദമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിലാണ് ഈ നേരത്തെ 2 തവണ നടപടി നേരിട്ട ടിപ്പർ ലോറി തന്നെയാണ് ഇത്തവണയും ഈ അപകടത്തിന് വഴിവെച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ടയറുകൾ തേഞ്ഞ നിലയിലായിരുന്നു. അതായത് ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കാത്ത തരത്തിൽ ആ ടയറുകൾക്ക് നേരത്തെ തന്നെ ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ GPS സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അത് ബോധപൂർവം ഓഫ് ചെയ്തതാകാമെന്ന് തന്നെയാണ് പോലീസും MVDയും ഒക്കെ നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ. അതോടൊപ്പമാണ് ഹെവി ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്ന ഒരു കണ്ടെത്തലിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. ഈ ഡ്രൈവറും അത്യാസന്ന നിലയിൽ തന്നെയാണുള്ളത്. ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിനിടെയാണ് ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി മറ്റൊരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ പോലീസ് സുരക്ഷയിലാണ് വാഹനം കടന്നുപോയത്. കാരണം വലിയ തരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകാൻ സാധ്യതയുള്ള പാതയിലൂടെ വേണം, MC റോഡിലൂടെ വേണം ഈ ആംബുലൻസ് പോകാൻ. അവിടെ പ്രത്യേക സുരക്ഷയ്ക്ക് ഒരുക്കിയാണ് വാഹനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത് കേരളത്തിൽ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള നീലേശ്വരം എന്ന സ്ഥലത്തുകൂടി ഓടുന്ന ഒരു ലോറിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. സംസ്ഥാനത്തെ 14 ജില്ലകളിലും 140 മണ്ഡലങ്ങളിലും 940-ലധികം പഞ്ചായത്തുകളിലും സമാനമായ തരത്തിൽ നിയമവിരുദ്ധമായി ഓടുന്ന ടിപ്പറുകളുണ്ട്. ചീറിപ്പായുന്ന ടിപ്പറുകൾ ആർക്കു നേരെയും ഇന്നോ നാളെയോ ഒക്കെയായി പാഞ്ഞെടുക്കാം. അവിടെ ഒരു ദിവസത്തെ വൈകാരികമായ ഒരു പരിശോധനയല്ല ആവശ്യം, നിരന്തരമായ പരിശോധനയാണ് വേണ്ടത്. അവിടെയാണ് കാര്യക്ഷമമായ ഇടപെടൽ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഉണ്ടാകേണ്ടത് അനിവാര്യമായി മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. നമുക്കറിയാം ഇതൊരു മത്സരയോട്ടമാണ്. പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം പോലെ ഒരു മത്സരയോട്ടമാണ് ടിപ്പറുകൾ നടത്തുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ പരമാവധി ലോഡുകൾ ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൌത്യം പൂർത്തിയാക്കാനാണ് ഈ ചീറിപ്പാഞ്ഞവർ ഇങ്ങനെ പോകുന്നത്. പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്നത് മനുഷ്യജീവനുകളുടെ ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത അത്ര വിലയുള്ള മനുഷ്യജീവനുകളാണ് എന്ന് മാത്രം. അങ്ങനെ ഒരു ദാരുണമായ സംഭവം അത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവസാനത്തേതാകട്ടെ. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതെ ഇരിക്കാൻ കൃത്യമായ ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് അതാണ് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇനി ഇതുപോലുള്ള ഒരു അനാസ്ഥ ഉണ്ടാകരുത്, വീഴ്ചകൾ ഉണ്ടാകരുത്, അപകടം സംഭവിക്കരുത്. കർശനമായ നടപടി വേണം. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണം. ഡാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ മരിച്ച ആളുകളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ പരിക്കേറ്റവരുടെ അവസ്ഥയെക്കുറിച്ച് കൂടി അറിയണം. ഏകദേശം 10ഓളം പേർ ഈ അപകടം നടക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 5ഓളം പേരുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലിതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ? ഇവരുടെ ഈ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരം ലഭ്യമായിട്ടുണ്ടോ? ഈ താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയാണ് പരിക്കേറ്റവർ, മരണപ്പെട്ടവരെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. ഇതിൽ 2 പേരെ മെഡിസിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 പേരുടെ മൃതദേഹം ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായി BD എന്ന് പരാമർശിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ സംബന്ധിച്ചാണ്. ബാക്കിയുള്ള ആളുകളാണ് ഋഷഭ്, അതോടൊപ്പം തന്നെ കൗസിക്, നിസാം, അതോടൊപ്പം ജിബിമോൾ, അതോടൊപ്പം നവനീത് കൃഷ്ണ. ഇവരെയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നത്. പാർത്ഥിബ്, അതോടൊപ്പം അജയ്കുമാർ, അതിനു പുറമെ ഹരിലാൽ, ഈ 3 പേരുടെ മൃതദേഹങ്ങളാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അജയ്കുമാറിന്റെ മൃതദേഹം മാത്രം ഇന്ന് വിട്ടു നൽകും.
ആ മൃതദേഹം അവിടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ബന്ധുമിത്രാദികളും ചേർന്ന് ഏറ്റുവാങ്ങും. ശേഷിക്കുന്ന 2 പേരുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുക. അത് നാളെയായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. എന്തായാലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് കൊട്ടാരക്കരയ്ക്കും നീലേശ്വരത്തിനും മുക്കോണിമുക്കുന്ന സാധാരണ ഗ്രാമത്തിനുമൊന്നും ഇപ്പോഴും മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എല്ലാ ദിവസവും അതിരാവിലെ ട്യൂഷനും മറ്റുമായി കുട്ടികൾ ഇറങ്ങുന്ന പോക്കറ്റ് റോഡുകൾ ഒരുപാടുണ്ട് കൊല്ലം ജില്ലയിൽ, പ്രത്യേകിച്ച് കൊട്ടാരക്കരയിലൊക്കെ. അവിടെയാണ് ഇങ്ങനെ ഈ ചീറിപ്പായുന്ന ടിപ്പർ ലോറി ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഒരു വശത്തുണ്ടാകുന്നത്. അവിടെ നിയമപരമായി പ്രവർത്തിക്കുന്ന ലോറികൾ കാണും, ഫിറ്റ്നസ് ഉള്ള ലോറികൾ കാണും, ലൈസൻസ് ഉള്ള ലോറികൾ കാണും. അവർക്ക് കൂടി പേരുദോഷം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾക്ക് വഴിവെക്കുന്ന ടിപ്പറുകളും പക്വതയില്ലാത്ത ഡ്രൈവർമാരുമൊക്കെ ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യക്ഷമമായ, ക്രിയാത്മകമായ, കർശനമായ നടപടികളാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. വിനീഷിലേക്ക് ഒരിക്കൽ കൂടി. വിനീഷ്, ഈ അമിത വേഗമായിരുന്നു അപകട കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിയെന്ന് RDO നേരത്തെ അറിയിച്ചിരുന്നു. കൃത്യസമയത്ത് പരിശോധന നടത്താത്തത് കൊണ്ടാണ് അപകടം നടന്നതെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ ആ സമയത്ത് ഈ സംഭവ സ്ഥലത്തെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തട്ടിക്കയറിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലൊരു രോഷപ്രകടനം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നേരത്തെ KN ബാലഗോപാൽ MLA സംഭവ സ്ഥലത്തെത്തിയിരുന്നു. വിനീഷ്, വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ 3 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ ഡ്രൈവർക്ക് വലിയ പിഴവ് സംഭവിച്ചു. അമിത വേഗത്തിലായിരുന്നു, ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല തുടങ്ങിയ കണ്ടെത്തലുകളാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 1 മാസം മുൻപാണ് ഈ ചവറ സ്വദേശിയായിട്ടുള്ള ഡ്രൈവർ ഈ ഗൾഫിൽ നിന്നെത്തിയത്. ഏകദേശം ഈ വാഹനം 17 വർഷത്തോളം പഴക്കമുള്ളതാണ്. പലതവണ നിയമലംഘനങ്ങൾക്ക് പിടികൂടിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ GPS സംവിധാനം ഓഫാക്കിയ നിലയിലാണ്. ഈ അപകടത്തിന് പിന്നാലെ ഈ ഡ്രൈവറെ മാത്രമല്ല, ഇവിടുത്തെ സംവിധാനങ്ങളെ, മോട്ടോർ വാഹന വകുപ്പിനെ അടക്കം പഴിച്ചുകൊണ്ടാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. വലിയ പ്രതിഷേധം ഒരു ഘട്ടത്തിലൂടെ ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. വിനീഷിലേക്ക്. വിനീഷ്, ഈ നാട്ടുകാർ നേരത്തെ ആരോപിക്കുന്നത് പോലെ കൃത്യമായ പരിശോധനകൾ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും ഈ സ്കൂൾ ബസ്സുകളാണെങ്കിൽ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായി പരിശോധന നടത്താറുണ്ട്. പക്ഷേ ഇതുപോലുള്ള ചരക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഭാരമേറിയ വാഹനങ്ങളിലും പരിശോധന ആവശ്യമാണ്. മാത്രമല്ല, ഇതുപോലെ തുടർച്ചയായി നിയമലംഘനങ്ങൾ നടത്തുന്ന ഒരു വാഹനത്തിന് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വീണ്ടും ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? മാത്രമല്ല, ഇത്തരമൊരു അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും അതുപോലെ തന്നെ പരിശോധനകൾ കർശനമാക്കിയതായുമാണ് എൻഫോഴ്സ്മെൻറ്റ് RTO ദിലു നമ്മളോടൊപ്പം അല്പസമയം മുന്നേ പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യാപകമായ ഒരു പ്രതിഷേധത്തിനും കാരണമാകുന്നുണ്ട്. ഇന്ന് രാവിലെ 7 മണിക്കാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. അപകടത്തിനുണ്ടാക്കിയ ഈ ടിപ്പർ മുൻപും സമാനമായ രീതിയിൽ വാഹനം മറിഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ മറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫിറ്റ്നസ് ക്യാൻസലായ സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനം ഒരിക്കലും നിരത്തുകളിലൂടെ ഓടിക്കാൻ സാധ്യമല്ല എന്ന് വാഹന വകുപ്പിനടക്കം പരിശോധനയിൽ കൃത്യമായി വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും വീണ്ടും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ടോം. പക്ഷേ ഇന്ന് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു സംഭവമായി പോയി. കാരണം ഒരു വിദ്യാർത്ഥിയും
അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഇതുമായിട്ട് ഈ സ്കൂളിൽ പോകാനായിട്ട് നിന്ന വിദ്യാർത്ഥിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ വിദ്യാർത്ഥിക്കും ഇതിൽ ഈ വിദ്യാർത്ഥിയും ഇതിനകത്ത് പെട്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് വലിയ തിരക്കുള്ള ഒരു റോഡൊന്നുമല്ല. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയ്ക്ക് സമാനമായി കടന്നു പോകുന്ന ഒരു റോഡാണ്. ആവണീശ്വരം നീലേശ്വരം റോഡാണ്. ഈ റോഡിലാണ് അമ്പലപ്പുറം ഭാഗത്ത് നിന്നും വന്ന ഈ ടിപ്പർ, നല്ല ഫുൾ ലോഡ് കയറ്റി വന്ന ടിപ്പറാണ്. ഈ ടിപ്പറാണ് അമിത വേഗതയിലെത്തുകയും റോഡ് സൈഡിൽ തന്നെ ഒരു ബൈക്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഹരിലാൽ എന്ന ഒരു വ്യക്തിയെ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ വാഹന നിയന്ത്രണം നഷ്ടപ്പെട്ട് വളവ് തിരിഞ്ഞു വന്ന് ബസ് കാത്തുനിന്ന 10ലധികം ആൾക്കാരിലേക്ക് വാഹനം ഇടിച്ചു കയറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ ഒരു അപകടം മുന്നമേ കണ്ടുകൊണ്ട് തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അവിടെ നിന്നും ഓടി മാറിയത് കൊണ്ടാണ് അപകടത്തിൻ്റെ വ്യാപ്തി അല്പം കുറഞ്ഞത്. എന്നാലും 3 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. പക്ഷേ സംയോജിതമായി നാട്ടുകാരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞ് തന്നെ നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സ് വിവരമറിയിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഉടൻ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഫയർഫോഴ്സ് ദ്രുതഗതിയിലെത്തുകയുമായിരുന്നു. അങ്ങനെ മണ്ണിനടിയിൽപ്പെട്ട നിരവധി വിദ്യാർത്ഥികളെ അടക്കം ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റി. 5ലധികം വിദ്യാർത്ഥികളാണ് പല ആശുപത്രികളിലായിട്ട് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അതായത് അപകടത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊല്ലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലുമായിട്ടെല്ലാം ദ്രുതഗതിയിൽ പ്രവേശിപ്പിക്കുകയും അവർക്ക് ചികിത്സ ലഭ്യമാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിവിൻ്റെ മൃതശരീരം ചിന്നിച്ചെറിയ നിലയിലായിരുന്നു മണ്ണിനടിയിൽ നിന്നും എടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാവാം പാർത്ഥിവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മുതിർന്ന 2 പേർ, ഒരാൾ KSRTCയിലെ ജീവനക്കാരനാണ്, മറ്റൊരാൾ ട്യൂട്ടോറിയൽ പാരലൽ കോളേജിലൊക്കെ അധ്യാപകൻ കൂടിയാണ്. നാട്ടിലൊക്കെ വളരെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അവർക്കാണ് ഇത്തരത്തിലുള്ളൊരു ഗതി, ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു ദുഃഖം ഇവിടെ വിട്ടുമാറിയിട്ടില്ല. ഈ ഒരു ഷോക്കിൽ നിന്ന് ആരും മുക്തരായിട്ടില്ല. കാരണം 7 മണി സമയത്താണ് ഈ ജോലിക്ക് പോകുന്നവരുണ്ടായിരുന്നു, സ്കൂളിൽ ട്യൂഷന് പോകുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികളുടെയൊക്കെ മനസ്സിൽ ഇത് വലിയ ഒരു ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ് ഈ ഒരു അപകടം. കാരണം സിനിമ രംഗങ്ങൾ പോലെ വലിയ അമിത വേഗതയിലെത്തുകയും വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവരുടെ ഇടയിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. അതുപോലെ ഈ വാഹനത്തിലുണ്ടായിരുന്ന മണ്ണ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. മണ്ണും കട്ടയും കല്ലും എല്ലാം ഉൾപ്പെടുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഈ ഒരു അപകടം സംഭവിച്ചത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ്, ഈ 17 വർഷം പഴക്കമുള്ള വാഹനം നിരത്തുകളിലൂടെ ഓടുമ്പോൾ പാലിക്കേണ്ട യാതൊരു മര്യാദകളും പാലിക്കാതെ, യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വാഹനം ഇവർ കൊണ്ടു നടന്നത് എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. വീണ്ടും ഈ നിയമത്തിൻ്റെ ചില പഴുതുകൾ കൊണ്ട് രക്ഷപ്പെടുന്നവർ വീണ്ടും നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ കർശനമായ നടപടിയാണ് വേണ്ടത്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് RTO അടക്കം സ്ഥലത്തെത്തുകയും വാഹനത്തിൻ്റെ ഫിറ്റ്നസ് അടക്കം ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഗവർണർ അടക്കം ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഈ വാഹനത്തിൻ്റെ വീൽ ബാക്ക് ഭാഗത്തെ 4 വീലുകളും തേഞ്ഞ നിലയിലായിരുന്നു. തികച്ചും അപകടകരമായ രീതിയിൽ തന്നെയായിരുന്നു ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവർ സമയബന്ധിതമായിട്ട് ഓടിയെത്തുന്നതിന് വേണ്ടിയാണ് ഇവർ അമിത വേഗതയിൽ വാഹനം ഓടിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ വാഹനം ഓടിക്കാൻ ഹെവി ലൈസൻസ് പോലും ഇല്ലാത്ത ഒരാളാണ് വാഹനം ഓടിച്ചത് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണമാണ് നടക്കേണ്ടത്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മുൻപും സമാനമായ രീതിയിൽ അപകടം സൃഷ്ടിച്ച വാഹനം വീണ്ടും ഇതേ രീതിയിൽ അപകടം ഉണ്ടാക്കി എന്നുള്ളതാണ് കേട്ടോ. വ്യക്തമാണ്. അതാണ് വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും തുടർച്ചയായി ഗതാഗത നിയമലംഘനം നടത്തിയിട്ടുള്ള വാഹനമാണ് ഈ അപകടം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നാലെ വലിയ നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ കടന്നിട്ടുണ്ട്. പക്ഷേ ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ, ഇത്തരം പരിശോധന ശക്തമാക്കിയിരുന്നുവെങ്കിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. എന്തായാലും ഇനി ഇതുപോലുള്ള ഒരു ദുരന്തം സംഭവിക്കാൻ പാടില്ല. ശക്തമായ ഇടപെടലുകളാണ് അധികാരികളുടെ ഭാഗത്തുണ്ടാകേണ്ടത്. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ 38 നമ്പർ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള അനുമതിയായി പോലീസിന്റെ അപേക്ഷ RTO അംഗീകരിച്ചു. നാളെ 10 മണിയോടെ കല്ലറ തുറന്ന് പരിശോധിക്കാനാണ് തീരുമാനം. പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധരും സംഘത്തിലുണ്ടാകും. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ 3ാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്നാണ് ഉയരുന്ന സംശയം. ഇതിനിടയിൽ സിജോസ് കറിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാട്ടുകാർ
ഇടവകയിലെ വിശ്വാസികളൊക്കെ വലിയ ആശങ്കയിലാണ്, ഭീതിയിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. നേരത്തെ കഴിഞ്ഞ ദിവസം അവിടുത്തെ വികാരിയച്ഛൻ ഫാദർ ജിൽബർട്ട് സൂചിപ്പിച്ചതുപോലെ 3 മൃതദേഹങ്ങൾ, മൂന്നാമത്തെ ആരുടേതാണ് അറിയണം. അത് സിജോസ് കറിയെ, നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്നും കാണാതായ സിജോസ് കറിയുടെ തിരോധാനവുമായി ഇതിന് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തായാലും ഒരു 24 മണിക്കൂറിനുള്ളിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും ടോമെ, ഈ ഒരു 38-ാം നമ്പർ കല്ലറ അത് സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇതൊരു ക്ലൈമാക്സ് ആയിരിക്കുമോ, അതല്ല ഇതൊരു വലിയ കുറ്റാന്വേഷണത്തിന്റെ തുടക്കമായിരിക്കുമോ, അതാണ് നമുക്ക് ഇനി നാളെ അറിയാൻ പോകുന്നത്. അതായത് രാവിലെ 10 മണിക്കാണ് ഇത് സംബന്ധിച്ച് ഈ ഒരു കല്ലറ ഇപ്പോൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പോലീസിന്റെ അപേക്ഷ RDO അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് സർജൻ, ഒപ്പം ഫോറൻസിക്സ് വിദഗ്ധർ, അങ്ങനെ വലിയൊരു സംഘം തന്നെ ഈ ഒരു കല്ലറ തുറക്കുന്ന സമയത്ത് ഉണ്ടാകും. കാരണം ഈ ഒരു പ്ലാസ്റ്റിക് പായയിൽ അതൊരു മൃതദേഹമാണെന്ന നിഗമനത്തിലേക്കാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു മൃതദേഹമാണെങ്കിൽ, വർഷങ്ങൾ പഴക്കമുള്ള മൃതദേഹമാണെങ്കിൽ അതിൽ DNA പരിശോധന നടത്തേണ്ടി വരും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിജോ സക്കറിയെ കാണാതായ സംഭവം പരാതിയുണ്ട്. അത് ആ സിജോ സക്കറിയാണെന്ന് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം അതിനെല്ലാം അപ്പുറം ഈ ഒരു വസ്തു എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം ഇതിൽ DNA പരിശോധന നടത്തുന്നതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടി വരും. സാങ്കേതികപരമായ അതീവ സങ്കീർണതകളാണ് പോലീസിന് മുന്നിൽ ഇനിയുള്ളത്. ഇൻക്വസ്റ്റ് നടപടി ഒരു 3 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അതിനുശേഷം ഇത് പോസ്റ്റ്മോർട്ടത്തിനായോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടപടിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. DNA സാമ്പിൾ ശേഖരിക്കേണ്ടി വരും. പിന്നീട് ഇത് ആരുടേതാണ് മൃതദേഹം എന്ന് കണ്ടെത്തുകയായിരിക്കും പോലീസിന്റെ ജോലി. അങ്ങനെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു അന്വേഷണത്തിലേക്ക് നാളെ രാവിലെ 10 മണിക്ക് തുടക്കം കുറിക്കുന്നു. അതായത് 10 ദിവസത്തിലധികം നീണ്ട അനിശ്ചിതത്വം, വലിയ വിവാദങ്ങൾ, ഒരു ഘട്ടത്തിൽ പോലീസ് ഇതിൽ ദുരൂഹതയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു കേസ്, അതിൽ പള്ളി ശക്തമായി ഇടപെടുന്നു. തങ്ങൾക്ക് ഇതിലൊരു ദുരൂഹത മാറ്റണം എന്നാവശ്യപ്പെട്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികളും ഇടവക അംഗങ്ങളും എല്ലാവരും ഒരേ സ്വരത്തിലെത്തിയതോടുകൂടിയാണ് പോലീസിൽ ഇതിൽ വലിയ പ്രതിരോധത്തിലായത്. അതിനിടയിൽ തന്നെ ഈ സിജോ മാത്യു സക്കറിയുടെ ഈ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട പരാതി കൂടി വന്നപ്പോൾ ഇതിൽ വേഗത വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ കോഴിക്കോട്, കണ്ണൂർ 2 ജില്ലകളിലെ റൂറൽ SP-മാർക്കാണ് അന്വേഷണ ചുമതല. വലിയ തോതിലുള്ള പോലീസ് സംഘം നാളെ ഈ ഒരു കല്ലറ തുറക്കുന്ന സമയത്ത് ഉണ്ടാകും. ഇപ്പോഴും പോലീസ് കാവലിലാണ് ഈ ഒരു കല്ലറയുള്ളത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാവലുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഇതിലൊരു FIR പോലും രജിസ്റ്റർ ചെയ്യുന്നത്. പരാതി 13-ാം തീയതിയാണ് ഇങ്ങനെ ഒരു മറ്റൊരു മരണം സംഭവിക്കുകയും സമയത്ത് ഈ ഒരു കല്ലറ വിട്ടുകൊടുക്കുകയും കല്ലറ തുറക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് ഒരു മൃതദേഹം നേരത്തെ അടക്കം ചെയ്തു കൂടാതെ മറ്റൊരു മൃതദേഹം, അത് ഒരിക്കലും അങ്ങനെ ക്രിസ്തീയ ആചാര പ്രകാരം ഒരിക്കലും അങ്ങനെ ആ മൃതദേഹം സംസ്കരിക്കാറില്ല. അത്രത്തോളം പായയിൽ കെട്ടി പൊതിഞ്ഞ രീതിയിലാണ് അത് ഉള്ളത്. എന്തായാലും ഇതിൽ വലിയ ദുരൂഹതകളുണ്ട്. ഈ 2014 ഇവിടെ എത്തി 2021 ഇവർ പരാതി കൊടുക്കുന്നത്. ഈ കാലയളവിൽ ഈ സിജോ സക്കറിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം. ഇയാളുടെ ഭാര്യ സഹോദരൻ ബിനോയാണ് ഈ പള്ളിയിലെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന അയാളിപ്പോഴും ഇവിടെ ഉണ്ട്. അയാളും പറയുന്നത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഒരു കൃത്യമായ പരിശോധന നടത്തി ഇതിലൊരു വ്യക്തത വരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും നീണ്ട ഒരു ദുരൂഹത അത് ഇപ്പോൾ ഏതായാലും അവസാനിക്കാൻ പോകുന്നു. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുവന്ന സാഹചര്യമായിരിക്കും പോലീസിന് ഉണ്ടാവുക. ഈ ഒരു മൃതദേഹം ഇതിൽ നിന്ന് പായയിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നതോടുകൂടി പോലീസിന്റെ ജോലി വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. അന്വേഷണം വലിയ തോതിൽ നടത്തേണ്ടി വരും. ഇതിനോടകം തന്നെ നിരവധി പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിനോയുടെ മൊഴിയൊക്കെ നേരത്തെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇനി കൂടുതൽ ആളുകളെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. സിജോ സക്കറിയ ആണെങ്കിൽ അത് എങ്ങനെ ഈ കല്ലറയിൽ എത്തി എന്നത് അന്വേഷിക്കേണ്ടി വരും. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അതിൽ മൃതദേഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഫോറൻസിക് പരിശോധന കൃത്യമായി നടത്തേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ കൊലപാതകമാണ് എങ്കിൽ അത് ആര് ചെയ്തു, അത്തരം നിരവധി ചോദ്യങ്ങൾക്ക് പോലീസ് ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഏതായാലും പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുരൂഹത മാറ്റണമെന്നാണ് അവരുടെ ആവശ്യം. കാരണം ഈ കല്ലറയിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ രീതിയിലൊരു വസ്തു കിടക്കുമ്പോൾ അതിൽ ദുരൂഹതയൊന്നുമില്ല എന്ന് പറഞ്ഞ് പോലീസ് അതിൽ നിന്നും കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത്
നിരന്തരം ഇതൊരു വീണ്ടും വിവാദങ്ങളിലേക്ക് തന്നെ പോകും. അത് വ്യക്തത വരുത്തേണ്ട ഒരു ആവശ്യം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ നിരന്തരം ഇത് ആവശ്യപ്പെട്ടതും. ഇപ്പോൾ നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തിയാണ് എന്നാണ് പള്ളി വികാരി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് സംഘം, വലിയ തോതിലുള്ള വിദഗ്ധരായ പോലീസ് സംഘം തന്നെ ഉണ്ട്. നേരത്തെ ഉണ്ടായതുപോലെ കരിക്കോട്ടഗിരി പോലീസ് അല്ല ഇപ്പോൾ ഈ ഒരു സംഭവം അന്വേഷിക്കുന്നത്. ഇത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 SP-മാർക്ക്, റൂറൽ SP-മാർക്ക് ഇതിന്റെ ചുമതല DGP നേരിട്ട് നൽകിയിരിക്കുന്നു. അതായത് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഈ ഒരു സംഭവത്തിൽ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു, വേഗത വർദ്ധിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് 38ാം കല്ലറ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പ്ലാസ്റ്റിക് പായ പുറത്തേക്കെടുത്ത് അതിനകത്ത് ഉള്ള വസ്തു, അത് മൃതദേഹമാണെങ്കിൽ അതിനുശേഷം തുടർ അന്വേഷണം ആ രീതിയിലേക്ക് പോകും. അതല്ല, മൃതദേഹമല്ല, മറ്റേതെങ്കിലും വസ്തുവാണെങ്കിൽ അതെങ്ങനെ അവിടെ എത്തി, അത്തരം കാര്യങ്ങളിലേക്ക് മാത്രം അന്വേഷിച്ചാൽ മതിയാകും. പക്ഷെ ദുരൂഹത നാളെ അകലും. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളിലേക്ക് പോലീസിന് പോകേണ്ടി വരും. 2014 നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കോഴിക്കോട്ടെ ഈ സിജോ സ്കറിയ ഇവിടെ വിവാഹിതനായി വരുന്നത്. അയാളുടെ വീട്ടിൽ പിണങ്ങിയതിനു ശേഷം പിന്നീട് അവരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. 2020 ഈ ബന്ധുക്കൾ സിജോ സ്കറിയയെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ ആണ് ഇവർ അറിയുന്നത് അവിടെ നിന്നും കാണാതായിട്ടുണ്ട് എന്നത്. പിന്നീട് അവർ പരാതി നൽകുന്നു. പോലീസ് അന്വേഷണം ഊർജിതമായി നടന്നെങ്കിലും അന്ന് സിജോനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നതോടുകൂടി ഇവർ ഇതിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയായിരുന്നു. DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് പിന്നീട് കണ്ടത്. ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. പക്ഷെ പോലീസ് തുടക്കത്തിൽ ഇത്തരമൊരു പരാതി ഉയർന്നു വന്നപ്പോൾ ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല, ചില സംശയങ്ങൾ മാത്രമാണെന്നായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ പോലീസിന്റെ വിലയിരുത്തൽ അതായിരുന്നു. അതിനുശേഷം ഈ സിജോ സ്കറിയയുടെ കുടുംബം പരാതി നൽകിയതോടുകൂടിയാണോ ഈ കേസിൻ്റെ മാനം തന്നെ മാറിയത്? ഇവിടെ ഒരു കൊലപാതക സാധ്യത ഉണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. തീർച്ചയായും ടോമേ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ന്യൂസ് 18 ഇങ്ങനെ ഒരു 2014 ഇവിടെ എത്തി 2020 ഒരാളെ കാണാതായി എന്ന വാർത്ത പുറത്തുവിടുന്നത്. ഈ വാർത്ത ഒപ്പം മറ്റു ചില മാധ്യമങ്ങളും ഈ വാർത്ത അതിനുശേഷം പുറത്തു വിട്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഈ കുടുംബത്തിന് സംശയം വന്നത്. കാരണം ഇത് കാലയളവ് പരിശോധിക്കുമ്പോൾ ഏകദേശം സമാനമാണ് ഈ ഒരു പറയുന്ന സാഹചര്യം. അങ്ങനെ അവർ പരാതിയുമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തോടു കൂടിയാണ് ഇതിന്റെ കേസിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ഈ 2006 ഒരു മൃതദേഹം ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. അതിനൊപ്പം 2015 2 മൃതദേഹമാണ് അവിടെ സംസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 2 മൃതദേഹങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് പോലീസ് ഈ കേസ് അവസാനിപ്പിക്കാൻ നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴും പള്ളി ഒരു സംശയം കൃത്യമായി പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇത്തരത്തിൽ പായൽ കെട്ടി മൃതദേഹം സംസ്കരിക്കുന്ന രീതിയില്ല. അതുകൊണ്ട് ഇതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് പള്ളി ശക്തമായി മുന്നോട്ട് വന്നു. പ്രത്യേകിച്ച് പള്ളി വികാരി അദ്ദേഹം ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് വന്നു, നിയമപരമായി മുന്നോട്ട് പോയെന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് അപ്പോഴും അനങ്ങിയില്ല. മന്ദഗതിയിലായിരുന്നു അന്വേഷണം. FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. ഈ സിജോയുടെ പരാതി വന്നതിന് തൊട്ടു പിന്നാലെ ഇന്നലെ ഇവിടെ പോലീസ് സംഘം എത്തുന്നു. അതിനുശേഷം പള്ളി വികാരിയും പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തുന്നു. രാത്രി 8 മണിയോടുകൂടി തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നു. ഇന്നലെ രാത്രി തന്നെ RDOക്ക് ഇത് സംബന്ധിച്ച അനുമതിക്കായി അപേക്ഷ നൽകുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് RDO ഇതിന് അനുമതി നൽകുന്നതും നാളെ രാവിലെ 10 മണിക്ക് സമയം അനുവദിക്കുന്നതും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ സിജോ സ്കറിയയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നപ്പോൾ ഈ അന്വേഷണം പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരം ഈ വാർത്ത നമ്മളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഘട്ടങ്ങളും കൃത്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോലീസുമായി ആദ്യഘട്ടത്തിലൊക്കെ സംസാരിക്കുമ്പോൾ അവർ തീരെ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിലൊരു വാർത്ത പോലും നമ്മളോട് പങ്കുവെക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ തന്നെ അത് വലിയ സംശയം ഏറിയിരുന്നു. ഏതായാലും ഇപ്പോൾ പോലീസ് ഇതിൽ കൃത്യമായ നാളെ 10 മണിക്ക് കല്ലറ തുറക്കുമെന്ന വിവരം നമ്മൾക്ക് ഔദ്യോഗികമായി നൽകി കഴിഞ്ഞു. 11-12 മണിയോടുകൂടി തന്നെ ഇതിലൊരു കൃത്യമായ വിവരം പുറത്തു വരും. പിന്നീട് അങ്ങോട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇതൊരു വലിയ കുറ്റാന്വേഷണത്തിന്റെ തുടക്കമാകാം.
സിജോസ് കരയുടെ മൃതദേഹമാണോ എന്നത് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. നേരത്തെ 2006-ലും 2015-ലും ഈ 2006-ലെ മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പള്ളി വികാരി ഉൾപ്പെടെ പറയുന്നത്. കാരണം അവർക്ക് അതറിയാം, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ 20 വർഷമൊക്കെ അങ്ങനെ മൃതദേഹം അവിടെ നിൽക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ 2015-ലെ ഒരു മൃതദേഹം അവിടെ ഉണ്ട്. അത് അവിടെയുള്ള ആൾ തന്നെയാണ്. അവരുടെ കുടുംബം അത് ആ കല്ലറ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ മൃതദേഹം ഈ ചക്കിൽ കെട്ടിയ രീതിയിൽ വളരെ അനാദരവോടുകൂടി ഒരു മൃതദേഹം അവിടെ തള്ളിയിട്ടുണ്ട്. അതൊരു ദുരൂഹത കൃത്യമായി അതിലുണ്ട്. അതൊരു കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഏതായാലും അത് പള്ളി വികാരിയും പറയുന്നുണ്ട്. മൂന്നാമതൊരു മൃതദേഹം, രേഖാപ്രകാരം 2 മൃതദേഹം മാത്രം സംസ്കരിച്ച 38-ാം നമ്പർ കല്ലറയിൽ മൂന്നാമൊരു മൃതദേഹം കൂടിയുണ്ട്. പോലീസും അതിൽ സംശയം ഏറ്റവും ഒടുവിലായി ഇന്നലെ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും വളരെ സങ്കീർണതകൾ നിറഞ്ഞ വളരെ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളിലേക്കാണ് നാളെ സൂചിപ്പിച്ചതുപോലെ ഏറെ സങ്കീർണമായിട്ടുള്ളൊരു കേസാണ്. ആ മൂന്നാമത്തെ മൃതദേഹമുണ്ടോ, അതൊരു സംശയം മാത്രമാണ്. ഉണ്ടെങ്കിൽ അത് ആരുടേതാണ്? കോഴിക്കോട് നിന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി സിജോസ് കരയുടെ തിരോധാനവുമായി ഇതിന് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ആ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത ഉണ്ടാകേണ്ടത്. നാളെ 10 മണിക്ക് കല്ലറ തുറന്ന് പരിശോധിക്കാനാണ് തീരുമാനം. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. 3.5 വയസ്സുകാരിയുടെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അംഗനവാടി വർക്കറുടെ മകനായ 20-കാരൻ കാശിനാഥാണ് എളമക്കര പോലീസിന്റെ പിടിയിലായത്. ശിശുവികസന വകുപ്പിന്റെ പരിശോധന ഇന്ന് അംഗനവാടിയിൽ നടക്കും. അംഗനവാടിയിൽ പുറത്തുനിന്നുള്ളവരുടെ കയറ്റരുതെന്ന് സർക്കാർ നിർദ്ദേശം ലംഘിച്ചതിന് അംഗനവാടി വർക്കറെ സർവീസിൽ നിന്നും ഇന്നലെ നീക്കിയിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇന്നലെ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ ഇയാളുടെ ഈ ക്രിമിനൽ പശ്ചാത്തലം, ഇത് എങ്ങനെയാണ് ലൈംഗികാതിക്രമത്തിന് ഈ പെൺകുട്ടിയെ, ഈ 3.5 വയസ്സുകാരിയെ ഇരയാക്കിയത്? ഈ അംഗനവാടി വർക്കർക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണം. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്താണ്? ടോമി, കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രധാനമായും തന്നെ ഇയാൾ ഈ അംഗനവാടിയിൽ എങ്ങനെ എത്താൻ സ്ഥിരമായ ഒരു ആളായിട്ട് ഇവിടെ മാറിയത് എങ്ങനെയെന്നതായിരുന്നു പോലീസ് ചോദിച്ചിരുന്നത്. ഇയാളുടെ മാതാവ് അംഗനവാടി ജീവനക്കാരിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇയാൾ പതിവായി അവിടെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അംഗനവാടികളിലൊന്നും ഇങ്ങനെ ജീവനക്കാരല്ലാത്തവരെ സ്ഥിരമായി വരുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട്. അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അതിൻ്റെ ഒരു ബൈലോയിലെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഒന്നാമതായി അത്തരം ആ ഒരു നിയമാവലി തന്നെ തെറ്റിച്ചുകൊണ്ടാണ് ഇത് സ്ഥിരമായി വരുന്നത്. ആരും തന്നെയും ഇവരുടെ മകനായതുകൊണ്ട്, ജീവനക്കാരുടെ മകനായതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ സംശയിച്ചതുമില്ല എന്നതാണ്. ഇതാണ് ഇയാൾ മുതലാക്കുകയും ചെയ്തത്. ആ കുട്ടിയോട് അടുത്ത ഇടപഴകിയാണ് ഇയാൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. കുട്ടികളെ അവിടെ എടുത്ത് സഹായിക്കുക, അവരെ അവിടെ നിന്ന് ഭക്ഷണം കഴിപ്പിക്കുന്നതിനും മറ്റും കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരു സഹായി എന്ന രീതിയിലെല്ലാം ഇയാൾ അവിടെ ഉണ്ടാകാറുണ്ടെന്നാണ് പലരും തന്നെ പറയുന്നത്. ഇന്നലെ പോലീസ് അംഗനവാടിയിലെ മറ്റ് കുട്ടികളുടെ അവരുടെ രക്ഷിതാക്കളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഒരാളുടെ പെരുമാറ്റം എന്തായിരുന്നു, ഇയാൾ ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഇവർ പറയുന്നത് ഇയാൾ അവിടെ ഒരു സ്ഥിരം ആളാണ്, അവിടെ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എന്ന രീതിയിൽ തന്നെയാണ് പലരും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒന്നാമതായി തന്നെ അത് നിയമലംഘനം നടന്നിരിക്കുന്നു. അംഗനവാടി അവിടെ എത്തുന്ന ഈ പ്രതി അവിടെ എത്തുന്ന സാഹചര്യം. രണ്ടാമത് ഇയാളുടെ ഒരു കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ഒരാളാണോ എന്നതടക്കം പോലീസിന് സംശയമുണ്ട്. പോലീസ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എവിടെയും മറ്റ് കേസുകളോ ഒന്നും തന്നെയും നിലവിലുള്ളതായിട്ട് ഈ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. പക്ഷേ ഇയാളുടെ ഒരു സാഹചര്യങ്ങൾ എന്താണ്, ഇയാളുടെ സുഹൃത്ത് ബന്ധങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ മന്ത്രി ആർ ബിന്ദു അടക്കം ഇതിൽ കർശനമായൊരു ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതായാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഏജൻസികൾ എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു വിശദാംശങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടർ നടപടി ഉണ്ടാകുമെന്നതാണ്. പോലീസ് ഇയാളെ ഇന്നലെ തന്നെ രാത്രിയോടുകൂടി തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഇയാളെ ഹാജരാക്കുകയും ചെയ്യും. ഇയാളുടെ ഇത് എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് കൂടി അറിയേണ്ടതല്ലേ? പ്രത്യേകിച്ചും പുറത്തു നിന്നുള്ള ആളുകൾ
അംഗനവാടിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇത് ഈ അമ്മയുടെ അറിവോട് കൂടിയാണോ ഈ പ്രതി അവിടെ എത്തിയത്, അംഗനവാടിയിൽ എത്തിയതെന്ന് അറിയണം. അതോടൊപ്പം കൂടുതൽ കുട്ടികളെ ഇയാൾ ഇരയാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ? ടോം, അത് ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇയാൾ ഈ മറ്റു കുട്ടികളുടെ സമീപനം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൽ പോലീസ് അത്തരം കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിനപ്പുറം ഒരു കൗൺസിൽ നൽകിക്കൊണ്ടാണ് പലരോടും തന്നെ കുട്ടികളോടും രക്ഷിതാക്കളോടും എല്ലാം ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇയാളുടെ മാതാവ് അവിടെ ആയിരുന്നത് കൊണ്ടാണ് ഇയാൾ പതിവായി അവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ നടപടികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇന്നലെ തന്നെ കടക്കുകയും ചെയ്തത്. കാരണം ഈ അംഗനവാടികളിലെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നിയമപ്രകാരം അവിടെയുള്ളവർ തന്നെ മാത്രമേ അവിടെ തുടരാൻ പാടുള്ളൂ. അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ നിലവിലുള്ളതാണ്. പക്ഷെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് അവരിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാ. അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. കൊച്ചി കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന ആ പ്രദേശത്ത് വരുന്നതാണ് അംഗനവാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു മോണിറ്ററിംഗ് സമ്പ്രദായം ഇല്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും അതീവ ഗൗരവതരമായിട്ട് തന്നെയാണ് വേണം ഈ കേസിനെ സമീപിക്കാൻ. കാരണം അംഗനവാടികളിൽ നിരവധിയായ അംഗനവാടികൾ സംസ്ഥാനത്തുണ്ട്. അവിടെയെല്ലാം തന്നെ ഇത്തരം അനധികൃതമായ ആരെങ്കിലും അവിടെ തുടരുന്നുണ്ട്. കൃത്യമായി ഇവരെ സഹായിക്കാനും മറ്റും കൂടുന്നവർ, അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്താണ്, സ്വഭാവം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകൾ വേണം. കാരണം നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കുന്നു എന്ന സമാധാനത്തിൽ തന്നെയാണ് രക്ഷിതാക്കൾ അവർ ജോലിക്കും മറ്റും പോകുന്നത്. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് ഉറപ്പാക്കാനായിട്ട് അധികൃതർ കൃത്യമായി കർശനമായി ഈ കാര്യങ്ങൾ ഇടപെടണം. ഇത് ഒടുവിലത്തെ സംഭവം തന്നെയായി മാറണം എന്ന് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ടോം, യെസ്, അതാണ് കാരണം. ഇനി ഇതുപോലെ ആവർത്തിക്കപ്പെടാൻ പാടില്ല. റാണി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്കും ഇതുപോലെ പഠിക്കാനും പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കളുടെ ഒരു വിശ്വാസം അവിടെ അവർ സുരക്ഷിതരായിരിക്കുമെന്നാണ്. അവിടുത്തെ അധ്യാപകരുടെ, ജീവനക്കാരുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് കൊച്ചിയിലുണ്ടായത്. ഡാനി, ഇത് ഈ അംഗനവാടിയിലെ ഈ ജീവനക്കാരിയുടെ അറിവുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഇനി അറിഞ്ഞിട്ടും അവർ ഇത് മറച്ചു വെച്ചോ? എവിടെയാണൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്? മാത്രമല്ല അവർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഒരു കൃത്യമായ ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും അധികാരിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നടപടികൾ ഉണ്ടാകണം. ഒപ്പം ഇയാളുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങളില്ലായിരുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോലീസ് അവരെ പലതവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അറിയില്ല എന്നതായിരുന്നു പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പോലീസ് ഒന്നുകൂടി വിശദമായിട്ട് അത് പരിശോധിക്കുന്നുണ്ട്. കാരണം എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്, അത് ഈ അമ്മയുടെ സാന്നിധ്യത്തിലാണോ അല്ലാതെയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇയാൾ എത്ര സമയം അവിടെ ചെലവഴിക്കുന്നത്, എപ്പോഴാണ് പോകുന്നത് എന്നത് സംബന്ധിച്ച് വിശദമായൊരു ഡാറ്റ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കുന്നുണ്ട്. ഇവർക്ക് ഈ അമ്മയ്ക്ക് ഇതിൽ പ്രാഥമികമായി പറയുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയോ അറിവോ ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ കുറച്ചുകൂടി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പോലീസ് ആ മൊഴി പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് പോലീസിന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനിയുള്ളത് മറ്റു നടപടികളാണ്. കാരണം ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടായതുകൊണ്ട് മാത്രം ആയില്ല. ഇത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ നിയമ സംവിധാനങ്ങൾക്കകത്ത് നിന്ന് തന്നെയാണോ ഈ അംഗനവാടികൾ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട അതിനു മുകളിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാനും കഴിയില്ല. ടോം, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിസന്ധിയിൽ നിന്നും കരകയറാതെ താരസംഘടന അമ്മ. മുതിർന്ന താരമായ മല്ലിക സുകുമാരൻ്റെ പിന്നാലെ അഡ്ഹോക് കമ്മിറ്റിയിലെ ആശാരവിന്ദ് രാജിവെച്ചത് സംഘടനയ്ക്ക് ആഘാതമായി. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പോലും അമ്മ ഭാരവാഹികൾ തയ്യാറായിട്ടില്ല. ആരോപണ വിധേയരായ കമ്മിറ്റിയിലെ ആരും അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടാകരുതെന്ന അമ്മയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. അഡ്ഹോക് കമ്മിറ്റിയിൽ ശ്വേത പ്രസിഡന്റായിരുന്ന സമിതിയിലെ ഡോക്ടർ റോണിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഈ മാസം 29-ന് ശ്വേതയും ലക്ഷ്മിപ്രിയയും ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് വിവരം. അഡ്ഹോക് കമ്മിറ്റി പ്രവർത്തനം തുടങ്ങും മുൻപ് കൂടുതൽ വെളിപ്പെടുത്തലിനാണ് സാധ്യത.
അതിനിടെ നടി അൻസിബയെ പിന്തുണച്ച് സംവിധായകൻ കമൽ രംഗത്തെത്തി. അൻസിബയെ കേൾക്കാൻ തയ്യാറാകണമെന്നും ആരോപണം ഗൗരവമായി പരിഗണിക്കണമെന്നും കമൽ പ്രതികരിച്ചു. അമ്മയിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു പ്രശ്നമാണ്. അത് നമ്മളെ ചെറിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. ഒന്ന്, അൻസിബ എന്ന് പറയുന്ന കുട്ടി അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് അവർ തീവ്രവാദിയാണ്, ജിഹാദിയാണ് എന്നുള്ള ഒരു പ്രസ്താവന പത്രമാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. അത് എന്നെ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് മലയാള സിനിമയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിൽ, അതൊരു സംഘടനയുടെ അകത്തുനിന്ന് അതിന്റെ ഭാരവാഹികളുടെ അടുത്തുനിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. അത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതൊരു സംഘടനയുടെ ആഭ്യന്തര കാര്യമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റില്ല. എനിക്കതിനെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അടുത്ത കാലത്തായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മൊത്തം കേരളീയ സമൂഹത്തിൽ ഏത് രീതിയിലാണ് സംഘപരിവാർ സംഘടനകളും അതിന്റെ ആശയങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നതെന്ന് നമുക്കറിയാം. ഒളിഞ്ഞും തെളിഞ്ഞും മലയാള സിനിമയിലും അതിൻ്റെതായ അനുരണനങ്ങൾ പല രീതിയിലുണ്ട് എന്നുള്ളതാണ് സത്യം. അമ്മയിലെ പ്രശ്നം അംഗങ്ങളുടെ ഈഗോ ക്ലാഷ് മൂലമെന്ന് നടൻ ദേവൻ പ്രതികരിച്ചു. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ലെന്നും ദേവൻ പറഞ്ഞു. അവിടെ നടന്ന സംഭവങ്ങൾ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. നടക്കാൻ ഇതുവരെ 32 വർഷമായിട്ട് നമ്മൾ ഞാൻ ആദ്യം മുതൽ ഒരു ഫൗണ്ടർ മെമ്പേഴ്സിലൊക്കെ പെട്ട ആൾക്കാരാണ്. ഞാൻ പറയും, ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ക്വാറൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളും നിൽക്കുന്നത്. അപ്പോൾ അത് അമ്മയുടെ ദോഷമായിട്ടല്ല നമ്മൾ കാണുന്നത്, എക്സിക്യൂട്ടീവിന്റെ പ്രശ്നമാണ്. എക്സിക്യൂട്ടീവ് അമ്മയെ ഞങ്ങളൊക്കെ കൂടി എലക്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ ഈഗോ കോംപ്ലക്സസ്, അവരുടെ പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണിത്. അതിന്റെ ചീത്തപ്പേര് വരുന്ന അമ്മയ്ക്കാണല്ലോ. അപ്പൊ അവരുടെ ആവശ്യമില്ലാത്തൊരു ചീപ്പ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള ഇതില്ല, ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകുമല്ലോ. അത് വളരെ ദുഃഖത്തോടു കൂടി ഞങ്ങളൊക്കെ നിസ്സഹായരായിട്ട് നോക്കിയിരിക്കേണ്ടി വന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നടൻ ദേവൻ പ്രതികരിച്ചതുപോലെ ഒരു പരിധിവരെ ഈ ഒരു ഈഗോ ക്ലാഷ് ആണ് ഈ അമ്മയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നതൊരു വസ്തുതയാണ്. പക്ഷെ നമുക്കറിയാം, ഈ ഒരു പ്രശ്നം തുടങ്ങിയത് മുതൽ ഇതിങ്ങനെ വഷളാകേണ്ടതായിരുന്നില്ല. അമ്മ നേതൃത്വം തന്നെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു. ഒടുവിൽ കൂട്ടരാജി വരെ ഉണ്ടാകുന്നു, നാണക്കേടുണ്ടാകുന്നു. പക്ഷെ ഇവിടെ തുടക്കം മുതൽ ഈ അൻസിബ ഒറ്റപ്പെട്ടൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ അൻസിബയ്ക്ക് പിന്തുണയുമായി, അല്ലെങ്കിൽ അൻസിബയെയും കേൾക്കണമെന്ന ഒരു നിലപാടുമായി കമലിനെ പോലുള്ള ആളുകൾ രംഗത്തെത്തുമ്പോൾ ഒരു പരിധിവരെ അതൊരു ഗൗരവമായി കാണേണ്ട വിഷയം തന്നെയല്ലേ? പ്രത്യേകിച്ചും RSSന്റെ ഇടപെടലുകളൊക്കെ ഇത്തരം സംഘടനകളിലൊക്കെ ഉണ്ടാകുന്നു എന്ന ഒരു വിമർശനം കൂടി കമൽ ഉന്നയിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ടോം, അത് പ്രധാനമായും കമൽ എന്ന് പറയുന്ന പ്രശസ്തനായ സംവിധായകൻ, കേരളത്തിൽ അത്രയധികം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകൻ എന്ന നിലയിൽ കമൽ പറയുന്നത് കേൾക്കണം. അത് കേരളം കേൾക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കമൽ നമ്മളോട്, മാധ്യമങ്ങളോട് പ്രതികരിച്ചതെന്ന് വ്യക്തമാകുന്നത് തന്നെ അൻസിബയെ കേൾക്കണമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിൽ മതം കടന്നു വരുന്നുണ്ട്. സിനിമയെ സംബന്ധിച്ചിട്ടും ഒരു സെക്യുലർ മനോഭാവമാണ് എക്കാലവും സിനിമ വെച്ച് പുലർത്തിയിട്ടുള്ളതിൽ. RSS അജണ്ട കടന്നുകൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സംഘപരിവാർ അജണ്ട കടന്നുകൂടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ അത് അമ്മ എന്ന് പറയുന്ന സംഘടന അതീവ സീരിയസ് ആയി അത്രയധികം പ്രാധാന്യം നൽകി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമായിരുന്നു. അത് അൻസിബയെ കേൾക്കാതെ പോകരുത് എന്ന് തന്നെയാണ് കമൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം തന്നെ അല്പം മുമ്പ് നമുക്കറിയാം, അമ്മയുടെ അംഗമായിരുന്ന സ്ഥാപക അംഗം കൂടിയായിരുന്ന ദേവൻ നമ്മളോട് പ്രതികരിച്ചത് അല്പം മുൻപ്. അതായത് അമ്മയിലെ അംഗങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ് ഇത്തരത്തിലൊരു നാടൻ ഘട്ട സാഹചര്യത്തിലേക്ക് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിൽ തല്ലാണ്. അതല്ലെങ്കിൽ അതിനിടയിൽ അൻസിബയെ കേൾക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അൻസിബയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഇത്തരത്തിലൊരു പ്രശ്നം വന്നപ്പോൾ അത് സംഘടനയ്ക്കകത്തുണ്ടായിരുന്നൊരു പ്രശ്നം അത് അങ്ങനെ പരിഹരിക്കാതെ അത് പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോയി. അത് ഒരു കൂട്ടരാജിയിലേക്ക് കൂടി പോകുന്നു. അങ്ങേയറ്റം അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചതാണ്. മുൻപൊരിക്കലും അമ്മയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടരാജിയും അതുമായി
അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വഴിവെക്കുന്നത് ആണ് ദേവൻ പറഞ്ഞത്. എന്തായാലും അമ്മയിലെ കൂട്ടരാജി, അതുമായി ബന്ധപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി രൂപപ്പെടുന്ന അഡ്ഹോക് കമ്മിറ്റിക്ക് ഇപ്പോൾ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റി ആണെങ്കിൽ പോലും പിഷാരടി, ഇടവേള ബാബു, ദിനേശ് പണിക്കർ തുടങ്ങിയ ആളുകൾ നേതൃനിരയിലേക്ക് എത്തിയാൽ അത് കുറച്ചുകൂടി അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് അല്പം മുമ്പ് ദേവൻ പറഞ്ഞു വെച്ചത്. എന്തായാലും പ്രതിഷേധമുണ്ട്, പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് അമ്മയിലെ സ്ത്രീകളെ സംഘടനയുടെ ആ തലത്തിൽ പൊട്ടിച്ചതല്ല പ്രശ്നം എന്നും അവരെടുത്ത് പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾ ഭരിക്കട്ടെ, അല്ല സ്ത്രീകൾ തങ്ങളുടെ കഴിവ് തെളിയിക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സ്ത്രീകൾ തന്നെ നേതൃനിരയിലേക്ക് വരുന്നതും അതിനായി എല്ലാവരും ചേർന്ന് സ്ത്രീകളെ തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ്. പക്ഷേ അത് സ്ത്രീകളുടെ പ്രശ്നമായിട്ട് അല്ല അത് കണക്കാക്കേണ്ടുന്നത്. അത് അമ്മയിലെ സംഘടനാ പ്രശ്നവും അതല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ക്ലേഷും അത് ഈഗോ ക്ലാഷാണ്. അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംഘടന തന്നെ ഇപ്പോൾ കൂട്ടത്തോടെ, അതിലെ സംഘടനയിലെ അംഗങ്ങൾ തന്നെ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ കൂട്ടത്തോടെ രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഇത് അമ്മയുടെ ഈ കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വലിയ നാണക്കേടാണ് ടോം സൂചിപ്പിച്ചതുപോലെ സംഘടന ഉണ്ടാക്കിയെന്നുള്ള റീഡിംഗ് ആണ്, അങ്ങനത്തെ ഒരു വിമർശനമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും അത് മാത്രമല്ല, അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള രമേശ് പിഷാരടി നേതൃത്വത്തിലാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തത്. ഡോക്ടർ റോണി അതിലുണ്ട്, നേരത്തെ കമ്മിറ്റി അംഗമായിരുന്ന റോണി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഈ എല്ലാ മാസവും അമ്മ നൽകുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, സഞ്ജീവനി ഉൾപ്പെടെയുള്ള ചികിത്സാ ധനസഹായങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഗൈഡൻസ് എന്നുള്ള നിലയിലാണ് ഡോക്ടർ റോണിയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ വലിയ വിമർശനങ്ങളാണ് സംവിധായകൻ കമൽ അല്ലെങ്കിൽ നടൻ ദേവൻ ഉൾപ്പെടെയുള്ള മുതിർന്ന സിനിമാ പ്രവർത്തകരിൽ നിന്നും ഉയർന്നു വരുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് താരസംഘടനയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ രാജിവെക്കുന്ന സാഹചര്യം. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ അമ്മ നേതൃത്വത്തിന് കഴിയാത്തൊരവസ്ഥ. ആരോപണവിധേയരായ കമ്മിറ്റിയിൽ ആരും അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടാകരുതെന്ന് അമ്മയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. അഡ്ഹോക് കമ്മിറ്റിയിൽ ശ്വേത പ്രസിഡൻ്റായ സമിതിയിൽ ഡോക്ടർ റോണി ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ലക്ഷ്മിപ്രിയയും ശ്വേതാമേനോനും ഈ മാസം 26-ന് മാധ്യമങ്ങളെ കണ്ടേക്കും ചില തുറന്നു പറച്ചിലുകൾ, വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.